അധ്യാപകരെ വാസ്തവൽക്കരിച്ചുകൊണ്ടൊരു ചോദ്യം പരാതി. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടിയേ അല്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ സോഷ്യൽ ക്ലബ്ബുകൾ വഴി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയല്ല. കലണ്ടറിലും അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. ഇത് പ്രാദേശികമായ അവിടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പൊ അതിലാണ് വളരെ അബദ്ധം നിറഞ്ഞ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മളാരും ഇങ്ങനെ തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. ബ്രിട്ടീഷ് സർക്കാരിന്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ മറ്റേ വൈദേശിക മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ നേതാവ് ആരാണ് എന്ന് ആരും എവിടെയും തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കുറേ ആളുകളുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. എന്നിട്ട് അതിന് ഇത്തരത്തിലൊരു ഉത്തരം ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതാണ് ശരി ഉത്തരമെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ബോധപൂർവമായി ചരിത്രത്തെ വളച്ചൊടിക്കുക. ഏതായിരുന്നാലും അത് ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരാവുമല്ലോ, അധ്യാപകരാവുമല്ലോ. അത് ആരാണെന്ന് പരിശോധിക്കാൻ കൃത്യമായിട്ട് DGയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയുണ്ട്. പിന്നെ ഇപ്പം നടന്ന ഈ ക്വിസ് മത്സരവും വിദ്യാഭ്യാസ വകുപ്പോ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഒരുപാട് കായിക പ്രോഗ്രാമുകളുണ്ട്. അതിലിങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടൊരു ക്വിസ് മത്സരമില്ല. ഇത് തീർത്തും പ്രാദേശികമായി ആ മേഖലയിൽ സംഘടിപ്പിച്ചതാണ്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയറാണ്. ബോധപൂർവം തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമം ആ ചോദ്യകർത്താവായ അധ്യാപകൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അത് ചെയ്തതിനെതിരെ നടപടിയുണ്ടായി. ഓരോരുത്തരുടെ അജണ്ട നടപ്പാക്കാനുള്ളതല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഓരോ അവസരങ്ങൾ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യാപകർക്ക് നടപടി ഉണ്ടാവും. കൊടുത്തു കഴിഞ്ഞു.